നാമത്തിന് ഈ പകൽ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഈ സഭായോഗത്തിൽ ദൈവത്തിന്റെ ദാസന്മാരോട്, പ്രിയരായ ദൈവമക്കളോട് ചേർന്ന് കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാനും ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് പങ്കുവയ്ക്കുവാനും ലഭ്യമായ ഈ വിലയേറിയ അവസരത്തിനായി ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും നിങ്ങളെ ഓരോരുത്തരെയും ക്രിസ്തുവിൽ വന്ദനം ചെയ്തുകൊണ്ട് ഈ അവസരത്തിനായി പ്രാരംഭത്തിൽ തന്നെ ഞാൻ നന്ദി പറയുകയും ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മനോജ് തോമസ് കുടുംബം കർത്താവിന്റെ ദാസൻ പ്രസ്താവിച്ചതുപോലെ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകളായി ഞങ്ങൾക്ക് തമ്മിൽ അടുത്തറിയുവാനും അടുത്തിടപഴകുവാനും വളരെ കൃത്യമായ ആത്മബന്ധം, സഹോദരി ബന്ധം, സുഹൃത്ത് ബന്ധം ഒക്കെ കാത്തു സൂക്ഷിപ്പാനും ദൈവം നൽകുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ ദാസനെ ദൈവം ഉപയോഗിക്കുന്ന എല്ലാ വിധങ്ങൾക്കായും ദൈവത്തിന് മഹത്വം കൊടുക്കുന്നു. കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും വരും ദിവസങ്ങളിലും ദൈവം അതിശ്രേഷ്ഠകരമായ നിലയിൽ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി അധികമായി ഉപയോഗിക്കട്ടെ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നാം എല്ലാവരും കടന്നു പോകുന്ന പ്രതിസന്ധികളുടെ നടുവിൽ ദൈവം നമ്മെ കാക്കുന്നു, കൃപ പകർന്ന് നമ്മെ നടത്തുന്നു. ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതകൾക്കായും ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിലൊക്കെ ഉള്ള വിഷമതകൾ ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി അല്ലെങ്കിലും കാനഡയിലുള്ള ദൈവമക്കൾക്ക് വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ നിങ്ങളെ എല്ലാം സഭയൊക്കെ ഓർക്കുവാൻ ദൈവ അവസരങ്ങളെ തരുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഭാരതത്തിലും പ്രതിസന്ധികൾ വളരെ വലിയതാണ്. വിശേഷാൽ ഭാരതത്തിൽ ഏറ്റവും അധികം പ്രതിസന്ധി ഉള്ളത് മഹാരാഷ്ട്ര സ്റ്റേറ്റിലും ഞങ്ങൾ പാർക്കുന്ന ബോംബെ പട്ടണത്തിലുമാണ്. ഓരോ ദിവസവും പ്രതിസന്ധികൾ ഏറിക്കൊണ്ടിരിക്കുകയാണ്. വാർത്താമാധ്യമങ്ങളിലൊക്കെ നാം മനസ്സിലാക്കുന്നതിനേക്കാൾ അധികമായ വലിയ പ്രതിസന്ധികളിലൂടെ ബോംബെ പട്ടണവും മഹാരാഷ്ട്ര സ്റ്റേറ്റും ഭാരതം മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ആയിരിക്കുന്നത്. നിങ്ങളുടെ വളരെ ആത്മാർത്ഥമായ പ്രാർത്ഥന കർത്താവിന്റെ നാമത്തിൽ ഞാൻ അപേക്ഷിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ഒരു മാസം മുഴുവനും നിങ്ങൾ പ്രത്യേക മിഷൻ മന്തായിട്ട് വിശേഷാൽ ഞായറാഴ്ച ആരാധനകളെ വേർതിരിച്ച് ഒരു ആത്മഭാരവും ദർശനവും വ്യക്തിപരമായും സഭാപരമായും ഒക്കെ ഏറ്റെടുക്കുവാൻ കാണിക്കുന്ന ഉത്സാഹത്തിനായിട്ട്, സമർപ്പണത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. കർത്താവിന്റെ ദാസൻ ഓർമ്മിപ്പിച്ചതുപോലെ ഭാരതത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ ഉത്തർപ്രദേശ്, ഡൽഹി, മധ്യപ്രദേശ്, ഗോവ, ഗുജറാത്ത്, മഹാരാഷ്ട്ര പ്രധാനമായും ഈ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളോട് ചേർന്ന് കിടക്കുന്ന മറ്റ് സംസ്ഥാനങ്ങളുടെ ബോർഡറുകളിലും കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം ഈ കാലഘട്ടത്തിൽ എനിക്ക് അവസരം തരുന്നു. എൻ്റെ പിതാവ് ഒരായുസ് മുഴുവനും വടക്കേന്ത്യയുടെ മണ്ണിൽ കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്ത് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്നു. അതേ ചുവടുകളിൽ കർത്താവിനെ ഭാരതത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ സേവിപ്പാൻ കഴിയുന്നത് എൻ്റെ ജീവിതത്തിന്റെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ പ്രവർത്തന മേഖലകളിൽ ദൈവത്തിന്റെ അത്ഭുതത്തിന്റെ കരം ഓരോ ദിവസവും അനുഭവിച്ചറിയുവാൻ ദൈവം ഇടവരുത്തുന്നു. ദൈവമക്കളെ, നിങ്ങൾ അറിയുന്നത് പോലെ ഭാരത സുവിശേഷീകരണം, വിശേഷാൽ വടക്കേ ഇന്ത്യൻ സുവിശേഷീകരണം എല്ലായ്പ്പോഴും വെല്ലുവിളികൾ നിറഞ്ഞതാണ്. നാം മനസ്സിലാക്കുന്നത് പോലെ ഈ സമീപകാല പ്രതിസന്ധികൾ വളരെ വലിയതാണ്. ഈ അടുത്ത ചില വർഷങ്ങളായിട്ട് പ്രതിസന്ധികൾ ഏറിക്കൊണ്ടിരിക്കുന്നു. പ്രശ്നരൂക്ഷിതമായി ഓരോ ദിവസങ്ങളും കടന്നു പോകുന്നു. എന്തെങ്കിലുമൊക്കെ ദൈവദാസന്മാർക്ക്, ദൈവസഭകൾക്കെതിരായിട്ട് ആക്രമണങ്ങൾ ഉണ്ടാകാത്ത ദിവസങ്ങളില്ല എന്നുള്ള നിലയിൽ കാര്യങ്ങൾ ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരുന്ന പ്രത്യേക സാഹചര്യത്തിലാണ് ഈ കൊറോണ കാലഘട്ടം എത്തിച്ചേരുവാനായിട്ട് ഇടയായി തീർന്നത്. മുൻപറഞ്ഞതുപോലെ പ്രതിസന്ധികൾ ഏറിയ സാഹചര്യത്തിൽ ഈ കാലഘട്ടം വടക്കേ ഇന്ത്യൻ സുവിശേഷീകരണത്തിന് ഒരു വലിയ ആഘാതം തന്നെ സൃഷ്ടിച്ചു എന്ന് പറയാതിരിക്കുവാൻ തരമില്ല.
ഞാന് പ്രസ്താവിച്ച ഈ സംസ്ഥാനങ്ങളിലായിട്ട് 300ഓളം ദൈവത്തിന്റെ ദാസന്മാരും അതിലധികമായ മിഷൻ പ്രവർത്തനങ്ങൾക്കുമാണ് ഞാൻ നേതൃത്വം കൊടുക്കുന്നത്. എന്നാൽ അനേക ദൈവത്തിന്റെ ദാസന്മാർ, വിവിധ സംഘടനകൾ ആയിരക്കണക്കിന് മിഷൻ പ്രവർത്തനങ്ങൾക്ക് ഭാരതത്തിന്റെ വടക്ക്, കിഴക്ക്, പടിഞ്ഞാറൻ സംസ്ഥാനങ്ങളിൽ വളരെ ശക്തമായ നേതൃത്വം കൊടുക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങളാണെങ്കിലും 80% ആ സ്വദേശീയരായ ആളുകളുടെ ഇടയിൽ ഹിന്ദി, മറാഠി, ഗുജറാത്തി ഭാഷകൾ സംസാരിക്കുന്നവരുടെ ഇടയിൽ തദ്ദേശീയരായ ദൈവത്തിന്റെ ദാസന്മാരുടെ നേതൃത്വത്തിൽ ഒക്കെ നടക്കുന്ന പ്രവർത്തനങ്ങളാണ്. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം വളരെ പ്രതിസന്ധിയിലേക്ക് ദൈവസഭകളെ, ദൈവത്തിന്റെ ദാസന്മാരെ ഒക്കെ തള്ളിവിട്ടിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികളുടെ എല്ലാം നടുവിലും ദൈവം തന്റെ ദാസന്മാരെ ശക്തിയോടെ, ധീരതയോടെ നിർത്തുന്നു എന്നുള്ളത് പ്രസ്താവ്യമായ ഒരു വസ്തുതയാണ്. പലപ്പോഴും മനസ്സിലാക്കുമ്പോൾ വെല്ലുവിളികളുടെ നടുവിൽ ഒരു ജീവൻ മരണ പോരാട്ടത്തിലാണ് മുൻനിരയിൽ നിൽക്കുന്ന അനേക ദൈവത്തിന്റെ ദാസന്മാരും കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷ ചെയ്യുന്നത്. എന്നാൽ ആ പ്രതിസന്ധിയുടെ നടുവിലും വെല്ലുവിളികളുടെ നടുവിലും ദൈവം തന്റെ ദാസന്മാരെ കാക്കുന്നു, ആവശ്യമായ കൃപ പകരുന്നു. അവരുടെ ദൈനംദിന ആവശ്യങ്ങളിൽ ദൈവത്തിന്റെ സഹായത്തിന്റെ കരം ദൈവം അവർക്കായി നീട്ടുന്നു. ദൈവത്തിന്റെ എല്ലാ വിശ്വസ്തതകൾക്കായും കർത്താവിനെ സ്തുതിക്കുന്നു. പ്രതിസന്ധികൾ ഏറുന്നെങ്കിലും നമുക്കതിന്റെ നടുവിലും പ്രതീക്ഷയുണ്ട്. നിശ്ചയമായും പൂർവ്വകാലങ്ങളിലേക്കാൾ അധികം ആളുകൾ യേശുവിലേക്ക് ആകർഷിക്കപ്പെടുവാനും ദൈവസന്നിധിയിലേക്ക് വരുവാനും ഈ കാലഘട്ടം ദൈവം മുഖാന്തരമാക്കി തീർക്കുന്നു എന്നുള്ളതിൽ സന്തോഷിക്കുകയും ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും ചെയ്യുന്നു. ഭാരത മണ്ണിൽ ദൈവത്തിന്റെ പ്രവൃത്തി അവസാനിച്ചിട്ടില്ല. ഒരു വലിയ ആത്മീയ ഉണർവിന്റെ നാളുകൾ നിശ്ചയമായും കർത്താവിന്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ നമുക്ക് മുമ്പിൽ ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ കർത്താവിന്റെ ദാസി, ഞാൻ പ്രവർത്തിക്കുന്ന പ്രവർത്തന മേഖലയിൽ ജനിച്ചു വളർത്തപ്പെട്ട് കർത്താവിന്റെ ദാസിയുടെ കുടുംബം വളരെ അവിടെയുള്ള പ്രവർത്തനങ്ങൾക്ക് സഹായമായി തീർന്ന ഒരു കുടുംബമാണ്. ആ നിലയിൽ കർത്താവിന്റെ ദാസിയിൽ നിന്ന് കൂടുതൽ ഒരുപക്ഷെ നിങ്ങൾക്ക് അവിടെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് എനിക്ക് പ്രാരംഭമായിട്ട് പറയുവാനുള്ളത്, ഭാരതത്തിന്റെ വിശേഷാൽ വടക്കേ ഇന്ത്യയുടെ സുവിശേഷീകരണത്തിൽ നിങ്ങൾ സജീവ പങ്കാളികളായി ദൈവം നിങ്ങളെ മറ്റൊരു സ്ഥാനത്തേക്കാക്കി. നിങ്ങളായിരിക്കുന്ന രാജ്യത്തെക്കുറിച്ചും സ്ഥാനത്തെക്കുറിച്ചും നിങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അതോടൊപ്പം തന്നെ ഭാരതത്തെക്കുറിച്ച് ആത്മഭാരമുള്ളവരായി ദർശനത്തോടുകൂടെ നിലനിൽക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, പ്രവർത്തിക്കുവാൻ, സഹായിക്കുവാനൊക്കെ കർത്താവിന്റെ നാമത്തില് ഞാൻ നിങ്ങളെ ഈ സന്ധ്യയില്, ഈ പകലില് ആഹ്വാനം ചെയ്യുകയാണ്. ദൈവത്തിന് സ്തോത്രം. അധിക വിവരണങ്ങൾ ആമുഖമായി പറയാതെ ദൈവത്തിന്റെ വചനത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്ന് ദൈവാത്മാവ് നിയോഗിക്കുന്ന നിലയിൽ ജീവിത അനുഭവങ്ങളോട് ചേർന്ന് ദൈവത്തിന്റെ വചനം പങ്കുവയ്ക്കുവാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിക്കുകയാണ്. വിശുദ്ധ സഭായോഗമായിട്ടാണല്ലോ ഇന്ന് നമ്മൾ ഒരുമിച്ച് ഈ മാധ്യമത്തിന്റെ മുൻപിലായിരിക്കുന്നത്. ദൈവത്തിന്റെ വചനമാണ് നമ്മെ ജീവിപ്പിക്കുന്നത്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ ജീവിപ്പിക്കുന്ന ദൈവത്തിന്റെ വചനം ഇന്ന് പകൽ നമുക്ക് ആവശ്യമായ ആത്മീയ പോഷണം തന്ന് നമ്മെ ശക്തീകരിക്കേണ്ടതിനായി വളരെ പ്രാർത്ഥനാപൂർവം ദൈവസന്നിധിയിൽ നമുക്കായിരിക്കാം. പ്രാരംഭമായി നിങ്ങളുടെ ചിന്തകളെ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 9-ാമത്തെ അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യത്തിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. 1 Corinthians chapter 9 verse 26. ആകയാൽ ഞാൻ നിശ്ചയമില്ലാത്ത വണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. 27-ാം വാക്യം കൂടെ വായിക്കുന്നു. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് എന്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച്
അടിമയാക്കുകയത്രേ ചെയ്യുന്നത്. നാം വായിച്ച ഈ തിരുവചന ഭാഗം, വിശേഷാൽ 26-ാമത്തെ വാക്യം നമ്മോട് പറയുന്നത്, ധന്യനായ പൗലോസ്ലീഹ തന്റെ ജീവിതത്തെയും തന്റെ ശുശ്രൂഷയെയും സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ താൻ പ്രസ്താവിക്കുകയാണ്, ഞാൻ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഓടുന്നത്, ആകാശത്തെ കുത്തുന്നത് പോലെയല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. ഈ തിരുവചന ഭാഗത്തിന്റെ അർത്ഥവും ആശയവും പരിഗണിച്ചുകൊണ്ട് ഇന്ന് സന്ധ്യയിൽ നിങ്ങളോട് സംസാരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വിഷയം, ലിവിംഗ് വിത്ത് എ പേർപ്പസ് ഓർ ലീഡിംഗ് എ ഗോൾ ഓറിയന്റഡ് ലൈഫ്. ലക്ഷ്യമുള്ള ഒരു ജീവിതം നയിക്കുക എന്നുള്ള ചിന്തയാണ് നിങ്ങളുടെ മുമ്പിൽ ഇന്ന് പങ്കുവയ്ക്കുവാൻ ദൈവാത്മാവിന്റെ നിയോഗം ദൈവം എനിക്ക് നൽകിയിരിക്കുന്നു. നമുക്കറിയാം, ലക്ഷ്യബോധം നഷ്ടപ്പെട്ട ഒരു തലമുറ ഏത് രാഷ്ട്രത്തിലും നമുക്കത് കാണുവാനായിട്ട് കഴിയുന്നു. സാർവലൗകികമായി ഒരു പരിധിവരെ അതൊരു യാഥാർത്ഥ്യമായിരിക്കുമ്പോൾ തന്നെ നമ്മിലേക്കും സഭാതലങ്ങളിലേക്കും ആത്മീയ മണ്ഡലത്തിലേക്കും കടന്നു വരുമ്പോൾ ഒരു പരിധിവരെ ലക്ഷ്യം നഷ്ടപ്പെട്ട നിലയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഒരു ചിന്തകൻ പറഞ്ഞിട്ടുള്ളത്, ഏറ്റവും അരിഷ്ടത നിറഞ്ഞ ജീവിതം എന്ന് പറയുന്നത് ഒരു ലക്ഷ്യമില്ലാതെ ജീവിക്കുന്ന ജീവിതമാണ്. The most wretched life is living without any purpose. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ലക്ഷ്യങ്ങൾ തീരെ ഇല്ലാതില്ല. നിശ്ചയമായും ജീവിത ലക്ഷ്യങ്ങളെ നമുക്ക് മുന്നിൽ കാണുന്നവരാണ്. ഒരുപക്ഷെ അന്യരാജ്യത്തേക്ക് കുടിയേറി പാർത്ത നിങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ വിവിധ ലക്ഷ്യങ്ങളെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് ജീവിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് സന്ധ്യയിൽ നമ്മുടെ ചിന്തകളുടെ ആധാരം ലൗകിക ഭൗതിക ലക്ഷ്യങ്ങളെക്കാൾ ഉപരി നമ്മുടെ ആത്മീക ലക്ഷ്യങ്ങൾ, our spiritual goals. പൗലോസിന്റെ ഈ പ്രസ്താവന വളരെ അതുല്യമാണ്. Paul is making a very unique statement. മറ്റൊരിടത്തും ഉപയോഗിച്ചിട്ടില്ലാത്ത നിലയിലുള്ള പദപ്രയോഗമാണ് പൗലോസ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആകയാൽ നിശ്ചയമില്ലാത്തവണ്ണമല്ല ഞാൻ ഓടുന്നത്. അതിന്റെ മുകളിലെ ഭാഗങ്ങൾ പിന്നത്തേതിൽ നാം ചിന്തയ്ക്ക് വിധേയമാക്കും. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ആ ഭാഗത്തേക്ക് തിരിയുന്നില്ല. നിശ്ചയമില്ലാത്തവണ്ണമല്ല ഞാൻ ഓടുന്നത്. I am running with a purpose. ആകാശത്തെ നോക്കി വെറുതെ മുഷ്ടിയുദ്ധം ചെയ്യുന്നത് പോലെ അല്ല ഞാൻ മുഷ്ടിയുദ്ധം ചെയ്യുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ടെലിവിഷനിലെ ഗുസ്തി മത്സരമൊക്കെ കണ്ടേച്ച് ഇങ്ങനെ ആകാശത്തോട്ട് നോക്കി ടിഷ്യും പിഷ്യും എന്നൊക്കെ വെക്കാറില്ലേ? നമ്മുടെ നാട്ടിലൊക്കെ പിള്ളേർ ചെയ്യാറുണ്ട്. അവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞു. അപ്പോ അവർക്കൊരു ലക്ഷ്യമൊന്നുമില്ല. ആരൊക്കെയോ ലക്ഷ്യത്തിൽ ഇടിക്കുന്നത് കണ്ടിട്ട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ ആകാശത്തോട്ട് നോക്കി ലക്ഷ്യമില്ലാതെ അവർ മുഷ്ടിയുദ്ധം ചെയ്യുകയാണ്. പൗലോസിന്റെ ഇവിടെയുള്ള ആ പ്രയോഗം എന്ന് പറയുന്നത് നമുക്ക് നൽകുന്ന സന്ദേശം, he was a man of purpose. ജീവിതത്തിൽ ലക്ഷ്യബോധമുള്ള ഒരു വ്യക്തിത്വമായിരുന്നു അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ വളരെ വ്യക്തമായ ലക്ഷ്യബോധം ദൈവസഭയ്ക്കും ദൈവജനത്തിനും പകർന്നു കൊടുക്കുവാൻ പര്യാപ്തമായ നിലയിൽ
അനുഭവത്തിലൂടെ, ശുശ്രൂഷയിലൂടെ, ആലോചനയിലൂടെ പൗലോസ് നമുക്ക് തന്റെ ലക്ഷ്യബോധത്തെ പകർന്നു തന്നിട്ടുണ്ട്. അങ്ങനെയുള്ള പൗലോസിന്റെ ചില ലക്ഷ്യബോധങ്ങളിൽ നിന്ന് ചില ഭാഗങ്ങൾ അടർത്തിയെടുത്ത് ഷലോം ഇന്റർനാഷണൽ പെന്റിക്കോസ്റ്റൽ ചർച്ചിന് പകർന്നു തരിക എന്നുള്ള ലക്ഷ്യമാണ് ഇന്ന് പകൽ ദൈവം എന്റെ അകത്ത് നൽകിയിരിക്കുന്നത്. വളരെ ശാന്തമായി, ഏകാഗ്രമായി നിങ്ങൾ ദൈവവചനം ശ്രദ്ധിക്കണമേ എന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു. See, what is the purpose of a church and the purpose of a saint? ഒരു വിശുദ്ധന്റെ, ഒരു ദൈവസഭയുടെ ആത്യന്തികമായ ആത്മീക ലക്ഷ്യങ്ങൾ എന്താണ്? സഭയോടുള്ള ബന്ധത്തിലുണ്ട്. അതിലെല്ലാം ഉപരി നമ്മോട് ഓരോരുത്തരോടും വളരെ വ്യക്തിപരമായ നിലയിലുള്ള സന്ദേശമാണ് ഇന്ന് പകൽ കൈമാറുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം അതിന്റെ 9-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് പൗലോസ് ശ്ലീഹ പറയുന്നത്. 2 Corinthians chapter 5 verse 9. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. ആ വാചകം നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവർ ആകുവാൻ അഭിമാനിക്കുന്നു. പല ഭാഷയിലും വേർഷനിലുമുള്ള വേദപുസ്തകങ്ങൾ നിങ്ങൾ ഉപയോഗിക്കുന്നുണ്ടായിരിക്കാം. ഞാന് ഒരു വേർഷൻ ഇവിടെ പ്രസ്താവിച്ചാൽ ഇങ്ങനെ, therefore we labor. ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നുള്ളതിനേക്കാൾ അവിടെ പറയുന്ന പദപ്രയോഗം എന്ന് പറയുന്നത് ഞങ്ങൾ അധ്വാനിക്കുന്നു എന്നാണ്. ഞങ്ങൾ അധ്വാനിക്കുന്നു. therefore we labor. ഞങ്ങൾ അധ്വാനിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്നറിയാമോ? നമ്മൾ മലയാളത്തിലൂടെ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ എന്ന് വായിക്കുമ്പോൾ ചില വേർഷൻസ് പറയുന്നത് to be accepted of him or approved of him. ആ ആശയം കുറച്ചുകൂടെ വ്യക്തമാകുവാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ശരീരം വിട്ടാലും ശരീരത്തിൽ വസിച്ചാലും, നല്ല ഭാഷയെ പറഞ്ഞാൽ ഞാൻ ജീവിച്ചാലും ഞാൻ മരിച്ചാലും ഞാൻ അധ്വാനിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? അവനെ പ്രസാദിപ്പിക്കുവാൻ, അല്ലെങ്കിൽ അവന്റെ സ്വീകാര്യം, അല്ലെങ്കിൽ അവന്റെ അംഗീകാരം പ്രാപിക്കുവാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടെ പൗലോസ് കൊരിന്ത്യൻസിൽ പറഞ്ഞ പദപ്രയോഗത്തിൽ പറഞ്ഞാൽ അവന് കൊള്ളാകുന്നവരായി തീരുവാൻ. പൗലോസ് അതുവരെ നമ്മൾ വായിച്ചല്ലോ, കൊള്ളരുതാത്തവനായി തീരാതിരിക്കേണ്ടതിന്. അതിന്റെ മറുവശം അവന് കൊള്ളാകുന്നവനായി തീരേണ്ടതിനാണ്. ഞങ്ങൾ അധ്വാനിക്കുകയാണ്. therefore we labor to be accepted of him. ദൈവമക്കളെ, ഈ വാക്യങ്ങളെ ചേർത്തിണക്കിക്കൊണ്ട് എനിക്ക് ദൈവമക്കളോട് ഈ സന്ധ്യയിൽ പ്രബോധിപ്പിക്കുവാനുള്ള ദൈവശബ്ദം എന്ന് പറയുന്നത്, the primary purpose and goal of every child of God is to be accepted or approved of God. ദൈവത്തിന്റെ സ്വീകാര്യത, ദൈവത്തിന്റെ അംഗീകാരം നാം നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചെടുക്കുക എന്നുള്ളതാണ് ആത്യന്തികമായി ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് തിരുവചനത്തിന്റെ ഏറ്റവും അനുയോജ്യമായ പദപ്രയോഗമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുക, അല്ലെങ്കിൽ ദൈവപ്രസാദമുള്ളവരായി തീരുക. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദൈവമക്കൾ എന്നുള്ള നിലയിൽ, ആത്മീകർ എന്നുള്ള നിലയിൽ, പെന്തക്കോസ്തുകാരെന്നുള്ള നിലയിൽ നാം പല വിധമായ ആത്മീക ശുശ്രൂഷകളുടെയും പങ്കാളികളാണ്. ഈ വിശുദ്ധ സഭായോഗത്തിലും നാം സംബന്ധിക്കുന്നതിന്റെ ആത്യന്തിക ലക്ഷ്യമെന്ന് പറയുന്നത് ദൈവപ്രസാദം പ്രാപിക്കുക എന്നുള്ളതാണ്.
ദൈവത്തിന്റെ സ്വീകാര്യത നാം നേടിയെടുക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് നാം ദൈവത്തെ ആരാധിക്കുന്നത്, നാം ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത്, ദൈവത്തിന്റെ മഹത്വം കരയേറ്റുന്നത്, നമ്മുടെ ഭൗതിക നന്മകൾ ദൈവരാജ്യത്തിന് വേണ്ടി കൊടുക്കുന്നത്. ഇതിലെല്ലാം നാം ലക്ഷ്യമാക്കുന്നതൊന്നുമല്ല, ദൈവത്തിന്റെ സ്വീകാര്യത എന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ഓരോ ദൈവത്തിന്റെ പൈതലിന്റെയും ഹൃദയാന്തർഭാഗത്ത് എഴുതപ്പെടേണ്ട ഒരു യാഥാർത്ഥ്യവും ലക്ഷ്യബോധവുമാണ്, എനിക്ക് വല്ലവിധേനയും എന്റെ ദൈവത്തെ പ്രസാദിപ്പിക്കണം, എന്റെ ദൈവത്തിന്റെ സ്വീകാര്യത എനിക്ക് പ്രാപിച്ചെടുക്കണം. ഒരു ജീവൻ മരണ പോരാട്ടത്തിൽ മാനവകുലമായിരിക്കുന്ന സാഹചര്യത്തിലാണ് പ്രിയപ്പെട്ടവര് നാം ഓരോരുത്തരുമായിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കാലഘട്ടത്തെ വിലയിരുത്തുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം തിരുവചനത്തിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കുന്ന അനേക യാഥാർത്ഥ്യങ്ങളുണ്ട്. വിശേഷാൽ ഒരു അന്ത്യകാലഘട്ടത്തിൽ നാം ആയിരിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ അന്തരംഗത്തെ ഭരിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ അത്യന്താപേക്ഷിതമായി നാം എടുക്കേണ്ട ഒരു സമർപ്പണമാണ് ജീവിച്ചാലും മരിച്ചാലും, ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? എന്റെ ദൈവത്തെ എനിക്ക് പ്രസാദിപ്പിക്കണം. ഈ ആഗ്രഹം ഇന്ന് പകൽ നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെടുവാനായിട്ടിടയായി തീരട്ടെ. നാം എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതിലല്ല വിഷയം, നമ്മുടെ ജീവിതത്തിൽ ആത്യന്തികമായി ദൈവപ്രസാദമുണ്ടോ എന്നുള്ളത് നാം പരിശോധിക്കേണ്ടതായ വിഷയമാണ്. 1 കൊരിന്ത്യർ 10-ാം അധ്യായം നമുക്ക് പരിചയമുള്ള ഭാഗമാണ്. ധന്യനായ പൗലോസ് ശ്ലീഹ ഇസ്രായേലിന്റെ ചരിത്രം എടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു വലിയ മുന്നറിയിപ്പ് പുതിയ നിയമസഭയ്ക്ക് നൽകുന്നുണ്ട്. ആ മുന്നറിയിപ്പ് എന്തെന്ന് ചോദിച്ചാൽ, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാരെല്ലാവരും മേഘത്തിന്റെ കീഴിലായിരുന്നു. അവരെല്ലാവരും സമുദ്രത്തിലൂടെ, മേഘത്തിലും സമുദ്രത്തിലും കൂടെ കടന്ന് സ്നാനമേറ്റ് മോശയോട് ചേർന്നു. അവരെല്ലാവരും ഒരു ആത്മീയ ആഹാരം തിന്നു, ഒരു ആത്മീയ പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീയ പാറയിൽ നിന്നല്ലോ കുടിച്ചത്, ആ പാറ ക്രിസ്തുവായിരുന്നു. തുടങ്ങി ഇസ്രായേൽ മക്കളുടെ മിസ്രയീമിൽ നിന്നുള്ള പുറപ്പാട് തുടങ്ങി മരുഭൂമി യാത്രയുടെ അനുഭവങ്ങളെല്ലാം പൗലോസ് വിവരിച്ച ശേഷം അവർ ദൈവത്തിൽ നിന്ന് അനുഭവിച്ച സകല നന്മകളും അവർ കണ്ട സകല അത്ഭുതങ്ങളും സംക്ഷിപ്ത വാക്കുകളിൽ പ്രസ്താവിച്ച അനന്തരം പൗലോസ് 5-ാമത്തെ വാക്യത്തിലോട്ട് വരുമ്പോൾ പറയുന്നതെന്നറിയാമോ? എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ശ്രദ്ധിക്കുക ദൈവമക്കളെ, ചോരത്തളി ആചരിച്ചു, ചെങ്കടൽ കടന്നു, മന്ന തിന്നു, പാറയിൽ നിന്നുള്ള വെള്ളം കുടിച്ചു, മേഘത്തിന്റെ തണൽ അനുഭവിച്ചു, അഗ്നിസ്തംഭത്തിന്റെ വെളിച്ചം അനുഭവിച്ചു. ഒന്നിനും ഒരു കുറവ് അവർക്കുണ്ടായിരുന്നില്ല. പക്ഷേ അവരുടെ ജീവിതത്തെ കുറിച്ച് ആത്യന്തികമായി പറയുന്നത്, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. അവിടെ കൊണ്ട് നിൽക്കുന്നില്ല പൗലോസ്. അടുത്തത് പറയുന്നത് എന്താണെന്നറിയാമോ? പ്രസാദിച്ചില്ലെന്ന് മാത്രമല്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതെ ഇരിക്കരുത്. ഒരു കാര്യം നിങ്ങൾ അറിയണം, ദൈവപ്രസാദം ലഭിക്കാത്ത ഒരു വലിയ ജനതയെ ദൈവം മരുഭൂമിയിൽ തള്ളിക്കളഞ്ഞു. സ്തോത്രം. ഇത് അവർക്ക് ദൃഷ്ടാന്തമായി ഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ എനിക്ക് പറയുവാനുള്ളത്, നമ്മുടെ ജീവിതം ദൈവത്തിന് പ്രസാദകരമാകണം, ദൈവത്തിന് സ്വീകാര്യമാകണം. നമ്മുടെ ജീവിതം മൊത്തമായി, നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ ഓരോന്നായി, നാം ദൈവത്തിന്റെ നാമത്തിൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും അതിന്റെ മേൽ ദൈവത്തിന്റെ സ്വീകാര്യത ഉണ്ടോ എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത് എന്റെയും നിങ്ങളുടെയും ആത്മീയ ഉത്തരവാദിത്വമാണെന്ന് ഇന്ന് പകൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവമക്കളെ പ്രബോധിപ്പിക്കുകയാണ്. സ്തോത്രം. നാം എന്തൊക്കെ ചെയ്തു എന്നുള്ളതിനേക്കാൾ ഉപരി അതിന്റെ മേൽ ദൈവത്തിന്റെ അംഗീകാരമുണ്ടോ എന്നുള്ളത് നാം ആത്മശോധന ചെയ്യേണ്ട വസ്തുതയാണ്. പ്രൈമർലി ബി അക്സെപ്റ്റഡ് ഓഫ് ഹിം ഓർ ബി അപ്രൂവ്ഡ് ഓഫ് ഹിം. ദാറ്റ് ഈസ് അവർ പ്രൈമറി ഗോൾ. നമ്മുടെ ആത്യന്തികമായ ആദ്യത്തെ ലക്ഷ്യം ദൈവത്തെ പ്രസാദിപ്പിക്കുക, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ആനോക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത്, അവൻ ദൈവത്തോടുകൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഇതൊക്കെ അവന്റെ ആത്മീയ അനുഭവങ്ങളാണ്.
എന്നാൽ തിരുവചനം നമ്മളോട് പറയുന്നത് എന്താണെന്നറിയാമോ? അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് ഒരു സാക്ഷ്യം പ്രാപിച്ചു. ആ സാക്ഷ്യം എന്താണെന്നറിയാമോ? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള സാക്ഷ്യം. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്നുള്ള ഒരു സാക്ഷ്യം ലോകത്തിന് നൽകിയിട്ടാണ് അവൻ ദൈവസന്നിധിയിലേക്ക് എടുക്കപ്പെടുവാനായിട്ട് തീർന്നത്. നമ്മുടെയും ജീവിതയാത്രയിൽ പ്രിയമുള്ളവരെ, ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി, ദൈവത്തിന്റെ സ്വീകാര്യതയുള്ളവരായി, ദൈവത്തിന്റെ അംഗീകാരത്തിന്റെ മുദ്ര പതിക്കപ്പെട്ടവരായി ഈ തലമുറയിൽ ജീവിക്കുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തേത് അതാണ്. ധന്യനായ പൗലോസ്ലീഹ തന്റെ ജീവിതത്തിന്റെ രണ്ടാമത്തെ ലക്ഷ്യം പ്രസ്താവിക്കുന്നത് നാം ഫിലിപ്പി ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 20-21 വാക്യങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ തിരിക്കുകയാണ്. ഫിലിപ്പിയൻസ് ചാപ്റ്റർ 1 വേഴ്സസ് 20 and 21. ഇങ്ങനെയാണ് പൗലോസ് പറയുന്നത്: അങ്ങനെ ഞാൻ ഒന്നിലും ലജ്ജിച്ചു പോകാതെ പൂർണ്ണ ധൈര്യം പൂണ്ട് ക്രിസ്തു എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയേ ഉള്ളൂ എന്ന് പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാകുന്നു. ശ്രദ്ധിക്കുക ദൈവമക്കളെ, പൗലോസ് പറയുകയാണ്, I am not ashamed. ഞാൻ ലജ്ജിച്ചു പോകുന്നില്ല, നേരെ മറിച്ച് ഞാൻ പൂർണ്ണ ധൈര്യം പ്രാപിക്കുകയാണ്. പൂർണ്ണ ധൈര്യം കൊണ്ട് ഈ ലേഖനത്തിന്റെ തൂലികത ചലിപ്പിക്കുന്ന പശ്ചാത്തലം പറഞ്ഞു നിൽക്കുവാൻ സമയപരിമിതി എന്നെ അനുവദിക്കുന്നില്ലെങ്കിലും കാരാഗ്രഹവാസത്തിൽ സുവിശേഷ നിമിത്തമായിരിക്കുന്ന ഭക്തൻ പറയുകയാണ്, ഞാൻ ആയിരിക്കുന്ന സാഹചര്യങ്ങൾ, പ്രതിസന്ധികളൊന്നും അതിൽ ഞാൻ ലജ്ജിക്കുന്നില്ല, ഞാൻ അധൈര്യപ്പെടുന്നില്ല, ഞാൻ നേരെ മറിച്ച് പൂർണ്ണ ധൈര്യം പൂണ്ട്. എന്നിട്ട് താൻ പറയുന്നത് അറിയാമോ? ജീവനാലാകട്ടെ മരണത്താലാകട്ടെ. പൗലോസിന്റെ ആ പദപ്രയോഗങ്ങളെല്ലാം ശ്രദ്ധിക്കണം. നാം വായിച്ച 2 കൊരിന്ത്യർ 5:9 ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും, ജീവിച്ചാലും മരിച്ചാലും. ഇവിടെ പറയുന്നത് പൗലോസ് ജീവനാലാകട്ടെ മരണത്താലാകട്ടെ, അവിടെ പദാർത്ഥമാക്കുന്നത് ഞാൻ ജീവിച്ചാലും മരിച്ചാലും. ഒരു ഭക്തന്റെ സമർപ്പണത്തിന്റെ ആഴം നമ്മൾ മനസ്സിലാക്കും. പലരെയും സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ ആകുലതകളും മരണത്തിന്റെ ഭയവുമാണ് പലരെയും മൂടിയിരിക്കുന്നത്. ഈ പ്രത്യേക സാഹചര്യം ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ലല്ലോ. പലരുടെയും മനസ്സിനെ ഇന്ന് മതിക്കുന്നത് ജീവിതത്തിന്റെ ആകുല ചിന്തകളാണ്. നാളെ എന്തായിത്തീരും, എങ്ങനായിത്തീരും, എന്റെ ഭാവി എന്തായിത്തീരും, അടുത്ത ദിവസങ്ങളെ കാര്യങ്ങൾ എന്തായിത്തീരും, ഭയങ്കര ആകുല ചിന്തയാണ്. മരണഭയം പലരെയും മൂടിയിരിക്കുക. കൊറോണ പിടിക്കുവോ, തട്ടിപ്പോകുമോ എന്നൊക്കെ പല ആളുകളും ഭയപ്പെട്ടുകൊണ്ടിരിക്കുക. പക്ഷേ പൗലോസിനെ സംബന്ധിച്ചിടത്തോളം ആവർത്തിച്ച് താൻ പറയുന്നത് അറിയാമോ? ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും, ജീവനാലാകട്ടെ മരണത്താലാകട്ടെ. ഈ സമർപ്പണ ജീവിതത്തിലുള്ള ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം COVID-19 ഒന്നും ഒരു വിഷയമൊന്നുമല്ല, ഒരു വിഷയമേ അല്ല. ജീവിച്ചാലും മരിച്ചാലും എന്ന സമർപ്പണമുള്ള ഒരു ഭക്തന് കോവിഡ് എന്ന് കേൾക്കുമ്പോൾ ഭീതിയൊന്നും വരത്തില്ല. പൗലോസ് പറയും ജീവനാലാകട്ടെ മരണത്താലാകട്ടെ. എന്നിട്ട് അടുത്ത വാചകമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എന്റെ ശരീരത്തിങ്കൽ ജീവനാലാകട്ടെ മരണത്താലാകട്ടെ എപ്പോഴും എന്ന പോലെ ഇപ്പോഴും മഹിമപ്പെടുകയേ ഉള്ളൂ എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയും പ്രത്യാശിക്കുകയും ചെയ്യുന്നു. What does it mean? ജീവനാലായാലും മരണത്താലായാലും എന്റെ പ്രതീക്ഷയും എന്റെ പ്രത്യാശയും എന്താണെന്നറിയാമോ? ക്രിസ്തു എന്നിൽ മഹിമപ്പെടുകയേ ഉള്ളൂ. Christ should be magnified in my life. അത് മരണത്താലായാലും ജീവനാലായാലും യേശു ക്രിസ്തു എന്നിൽ മഹിമപ്പെടണം. Let Christ be glorified in my life. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ ആത്യന്തിക ലക്ഷ്യങ്ങളിൽ രണ്ടാമത്തേതായി നിങ്ങളുടെ ഹൃദയാന്തർഭാഗത്ത് ഇന്ന് സന്ധ്യയിൽ എനിക്ക് എഴുതി ചേർക്കുവാനുള്ളത് ക്രിസ്തു എന്നിൽ മഹിമപ്പെടണം.
അത് ഞാൻ ഇവിടെ ജീവിക്കുന്നെങ്കിൽ എന്റെ ജീവിതം കൊണ്ട് ക്രിസ്തു എന്നിൽ മഹിമപ്പെടണം. അല്ല, ഞാൻ മരിച്ച് മാറ്റപ്പെടുകയാണെങ്കിൽ എന്റെ മരണത്തിലൂടെയും ക്രിസ്തു മഹിമപ്പെടുവാനായിട്ടിടയായി തീരണം. എന്നെ കേൾക്കുന്ന എത്ര ദൈവമക്കളുടെ ഹൃദയാന്തർഭാഗത്ത് ഈ വാചകം എഴുതി ചേർക്കുവാൻ ഇന്ന് ശ്രദ്ധയിൽ താല്പര്യമുണ്ട്. ഞാൻ ജീവിച്ചിരുന്നാലും ഞാൻ മരിച്ചാലും എനിക്ക് ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ, ക്രിസ്തു എന്റെ ജീവിതത്തിൽ മഹിമപ്പെടണം. പ്രൈസ് ദി ലോർഡ്. ആഴമേറിയ ആത്മസമർപ്പണത്തിന്റെ ഉടമകളായി തീരുവാൻ നമുക്കിടയായി തീരുമെങ്കിൽ ഒരു കാര്യം ഞാൻ ദൈവമക്കളോട് പറയാം, നാം ഈ തലമുറയിൽ ദൈവകരങ്ങളിൽ അത്ഭുത വിഷയങ്ങളായി മാറ്റപ്പെടും. ദൈവത്തിന് സ്തോത്രം. ജീവിതത്തിന്റെ ആകുല ചിന്തകൾ മൂടാതെ, മരണത്തിന്റെ ഭയം നമ്മെ ഭരിക്കാതെ, ജീവനാലായാലും മരണത്താലായാലും ക്രിസ്തുവിനിൽ മഹിമപ്പെടണമെന്ന് സമർപ്പണമുള്ള ഭക്തന്മാരെയാണ് ഏതൊരു കാലഘട്ടത്തിലും ദൈവം ഉപയോഗിച്ചിട്ടുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നാം മുൻ കേട്ടതുപോലെ അനേക ഭക്തന്മാർ ആയിരിക്കുന്ന സുവിശേഷ രണാങ്കണത്തിലുണ്ടല്ലോ. ജീവനെങ്കിൽ ജീവൻ വെച്ച് ഭാരതം നേടണം, ആത്മാക്കളെ നേടണമെന്നുള്ള ലക്ഷ്യബോധത്തിൽ അവർ ചുവടുകളെ വയ്ക്കുകയാണ്. വെല്ലുവിളികളെ അവർ ഭയപ്പെടുന്നില്ല. അനുദിന ജീവിതത്തിൽ അവർ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളുടെ മുമ്പിൽ അവർ പതറിപ്പോകുന്നില്ല. അവർ ചുവടുകളെ മുന്നോട്ട് വയ്ക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. നാം നമ്മുടെ ഭാരത മണ്ണിന്റെ ബോർഡറിലൊക്കെ യുദ്ധകാഹളം കേട്ടുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ധീരന്മാരായ പടയാളികൾ എത്ര ധീരതയോടുകൂടെയാണ് രാജ്യസ്നേഹത്തിൽ സ്വന്തം മാതൃരാജ്യത്തെ സൂക്ഷിക്കേണ്ടതിന് വേണ്ടി അവരുടെ ജീവൻ കൊടുക്കുവാൻ തയ്യാറെടുത്തുകൊണ്ട് പ്രിയമുള്ളവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാഴ്ചയൊക്കെ കാണുമ്പോൾ ആത്മഭാരം ഏറ്റെടുത്ത ദൈവത്തിന്റെ പൈതലിന്റെ അകത്തൊരു തിളപ്പുണ്ട്. ഒരു സാധാരണ സൈനികന് അവന്റെ മാതൃരാജ്യത്തോട് ഇത്രമാത്രം സ്നേഹമുണ്ടെങ്കിൽ, സമർപ്പണമുണ്ടെങ്കിൽ, ദൈവരാജ്യത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത ഒരു ക്രിസ്തുവിന്റെ പടയാളിക്ക്, ഒരു സുവിശേഷ പോരാളിക്ക് എത്രയധികം ആഴമേറിയ ആത്മസമർപ്പണം ജീവിതത്തോടുള്ള ബന്ധത്തിലും മരണത്തോടുള്ള ബന്ധത്തിലും ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. പൗലോസ് പറയുകയാണ്, ജീവനാലാകട്ടെ മരണത്താലാകട്ടെ, സ്തോത്രം, ഇപ്പോഴെന്ന പോലെ എപ്പോഴും സ്തോത്രം. ഹല്ലേലൂയ. അത് വല്ലപ്പോഴും മാത്രമല്ല, ആരാധനയ്ക്ക് ഒരുമിച്ച് കൂടുമ്പോൾ മാത്രമല്ല, ദൈവം മഹത്വം എടുക്കേണ്ടത് നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും അവന്റെ നാമത്തിന്റെ മഹത്വം. ഹല്ലേലൂയ. അവന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് മെഴുകുതിരികളെ പോലെ എരിയാൻ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും ഇടയായി തീരണം. സോ നമ്പർ 1, be approved of him. അവന്റെ സ്വീകാര്യതയുള്ളവരായി തീരുക. നമ്പർ 2, magnify the Lord in our lives. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കർത്താവിന് മഹത്വമുള്ളവരായി തീരുക. മൂന്നാമത്, ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ലക്ഷ്യം എന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായത്തിന്റെ 24-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എന്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ. ഇവിടെ തന്നെ ജീവിതത്തിന്റെ ലക്ഷ്യം നമ്മൾ കാണുന്നത് ടു ഫിനിഷ് ഹിസ് ടാസ്ക് ഓർ മിനിസ്ട്രി. ആ വാക്യത്തിലും പൗലോസ് പറയുന്നത് എന്തെന്നറിയാം, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. ഓരോ വാക്യത്തിലും പൗലോസിന്റെ ജീവിത സമർപ്പണത്തിന്റെ ആഴമാണ്. ആ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം. പൗലോസ് ആദ്യ വാക്യത്തിൽ പറഞ്ഞത് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും. രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞത് ജീവനാലാകട്ടെ മരണത്താലാകട്ടെ. ഇവിടുത്തെ പദപ്രയോഗം ശ്രദ്ധിക്കുക, എന്റെ പ്രാണനെ ഞാൻ വിലയേറിയതായി എണ്ണുന്നില്ല എന്ന് പറഞ്ഞാൽ ജീവത്യാഗത്തിനും പ്രാണത്യാഗത്തിന് ഞാൻ ഒരുക്കപ്പെട്ടവനാ.
അതിന്റെ വ്യക്തത തന്റെ ജീവിത സായാഹ്നത്തിൽ പൗലോസ് വെളിപ്പെടുത്തുന്നുണ്ട്. മരണത്തെ മുഖാമുഖമായി കാണുമ്പോൾ, മരണസമയം മുന്നിൽ എഴുതി വെച്ചിരിക്കുമ്പോൾ പൗലോസ് പറയുന്നത്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു. പ്രിയമുള്ളവരെ, എത്ര കൂളായിട്ടാ സംസാരിക്കുന്നതെന്നറിയോ? എത്ര കൂളാന്നറിയോ? എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഗ്ലാസ്സിലൊക്കെ ഇച്ചിരി വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒഴിക്കുന്നത് പോലെ പൗലോസ് പറയുക, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായി ഒഴിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ഒരു ബോട്ടിൽ വെള്ളം എടുത്തേച്ച് ഇങ്ങോട്ട് ഒഴിക്കുന്ന പോലല്ല. തന്റെ ശിരസ് ഛേദം ചെയ്യപ്പെടാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്ത് ആ കണ്ടത്തിൽ നിന്ന് ഒഴുകി ഇറങ്ങുന്ന തന്റെ ചുടുനിണത്തെ മുന്നിൽ കണ്ടുകൊണ്ടാ പൗലോസ് പറയുന്നത്, ഞാൻ ഇപ്പോൾ തന്നെ പാനീയയാഗമായിട്ട് ഒഴിക്കപ്പെടാനായിട്ട് പോവുകയാണെന്ന്. ഹല്ലേലൂയ! ഒരു ക്രിസ്തു ഭക്തനല്ലാതെ ഇത്ര തന്റെ ഇടത്തോടെ ജീവിതത്തെയും മരണത്തെയും നേരിടുവാൻ കഴിയുന്നത് മറ്റാർക്കാണ് പ്രിയപ്പെട്ടവരെ? സ്തോത്രം! ഓ ഹല്ലേലൂയ! ഭൂഷണമാകേണ്ടതിന് പറയുന്ന പദപ്രയോഗങ്ങളല്ല പൗലോസ് തന്റെ തൂലികയിലൂടെ എഴുതി ചേർത്തിട്ടുള്ളത്. നേരെ മറിച്ച് തന്റെ ജീവിതത്തിന്റെ അനുഭവങ്ങളിൽ യാഥാർത്ഥ്യമാക്കിയ വസ്തുതകളാണ് വാക്കുകളായിട്ട് തൻ ലേഖനത്തിലൂടെയും അനുഭവത്തിലൂടെയും നമുക്ക് പകർന്നു തരുന്നത്. സ്തോത്രം! പൗലോസ് പറയുകയാണ്, എങ്കിലും ഞാൻ എന്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. അങ്ങനെ ഒരു ഭക്തന് പിന്നെ മരണഭയമുണ്ട്. പ്രാണനെ വിലയേറിയതായി എണ്ണാത്ത ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന് പ്രാണഭയമില്ല, അവന് മരണഭയമില്ല. എന്നിട്ട് അവന്റെ ലക്ഷ്യം പറയുകയാണ്, എന്റെ ഓട്ടം എന്തിനു വേണ്ടിയുള്ളതാണെന്നറിയാമോ? ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കേണ്ടതിന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്ന ശുശ്രൂഷ അതെനിക്ക് തികയ്ക്കണം. I want to fulfill the ministry which is entrusted to me. എന്നെ ഏൽപ്പിച്ച ഒരു ശുശ്രൂഷയുണ്ട്. Praise the Lord. Hallelujah. ആ ശുശ്രൂഷ എനിക്ക് തികയ്ക്കണം, എനിക്ക് പൂർത്തീകരിക്കണം. That is my ultimate goal. Step by step. You see the purpose-oriented, goal-oriented life of Apostle Paul. ശ്രദ്ധിക്കാതെ മക്കളെ, പൗലോസ് പറയുകയാണ്, ഒന്ന്, I want to be approved of God. I want Christ to be magnified in my life. Number 3, I want to fulfill my ministry which I have received of the Lord. എന്റെ കർത്താവിൽ നിന്ന് ഞാൻ പ്രാപിച്ച ഒരു ശുശ്രൂഷയുണ്ട്, അതെനിക്ക് തികയ്ക്കണം, അതെനിക്ക് പൂർത്തീകരിക്കണം. അതാണ് എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം. എന്നെ കേൾക്കുന്ന ഓരോ ദൈവത്തിന്റെ അഭിഷക്ത ഗണത്തോടും ഓരോ ദൈവവൈതലിനോടും എനിക്ക് പറയുവാനുള്ളത്, you are here with a purpose. You are here with a ministry. എന്നെ കേൾക്കുന്ന ഓരോ ദൈവത്തിന്റെ മക്കളും ഓരോ ദൈവത്തിന്റെ ദാസന്മാരും ദൈവം പ്രത്യേക ഉദ്ദേശത്തോടുകൂടെ തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നവരാണ്. No one is without a purpose. നിങ്ങൾ ഏത് തലത്തിലുള്ളവരായാലും, ഔദ്യോഗിക മണ്ഡലത്തിലുള്ളവരായാലും, ക്രിസ്തുവിന്റെ നിണത്താൽ നീ വീണ്ടെടുക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ ആ തിരഞ്ഞെടുപ്പിന്റെ പിന്നിൽ ദൈവത്തിന്റെ വ്യക്തമായ ലക്ഷ്യമുണ്ട്, ഉദ്ദേശമുണ്ട്. ദൈവം നിന്നെ ഒരു ദൗത്യം ഏൽപ്പിച്ചിട്ടുണ്ട്. Hallelujah. You are entrusted with a ministry, with a mission. Identify your call. നിന്റെ വിളി എന്താണെന്ന്, നിന്റെ തിരഞ്ഞെടുപ്പ് എന്താണെന്ന് ദൈവത്തിന്റെ പൈതലെ നീ തിരിച്ചറിയുവാനായിട്ടിടയായി തീരണം. പൗലോസ് പറയുകയാണ്, എനിക്കിവിടെ ഒന്നും നേടുന്ന ലക്ഷ്യമില്ല. My purpose is to fulfill my ministry. What a vision. What a commitment. What a surrender. എത്ര വലിയ സമർപ്പണമാകപ്പെട്ടവരെ, എത്ര വലിയ ലക്ഷ്യബോധം. എനിക്കറിയാം, നിങ്ങളൊക്കെ ഇമ്മലീറ്റ് എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. അദ്ദേഹത്തെ കുറിച്ച് കേൾക്കാത്തവരും വായിക്കാത്തവരും ഇല്ല. അദ്ദേഹം തന്റെ നല്ല യൗവനത്തിൽ ഇക്വഡോറിലെ കാട്ടുജാതിക്കാരായ ആളുകളുടെ ഇടയിൽ സുവിശേഷീകരണത്തിനായി കടന്നുപോയ ഒരു ദൈവമനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ വിശ്വപ്രസിദ്ധമായ ഒരു പ്രാർത്ഥനയുണ്ട്.
അദ്ദേഹം ആ പ്രേക്ഷിത പ്രവൃത്തിക്ക് വേണ്ടി പോകുമ്പോൾ ആളുകളൊക്കെ അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. കാനിബാൽസ്, മനുഷ്യനെ കൊന്നു തിന്നുന്ന ആ കാട്ടുജാതിക്കാരുടെ ഇടയിൽ നീ കടന്നുപോയാൽ നിന്നെ അവർ കൊന്നു തിന്നും എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞപ്പോൾ അദ്ദേഹം നിരുത്സാഹപ്പെട്ടില്ല, നിരാശപ്പെട്ടില്ല. അദ്ദേഹം ദൈവമുമ്പാകെ കഴിച്ചൊരു പ്രാർത്ഥനയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന ഇതായിരുന്നു: Lord, I did not ask for a long life, but a full one, just like you. It was not a long prayer, but a short prayer of commitment. സമർപ്പണത്തിന്റെ ഒരു കൊച്ചു പ്രാർത്ഥന. ഞാൻ പറഞ്ഞത്, കർത്താവേ, ഞാനൊരു ദീർഘായുസ് അങ്ങയോട് ചോദിക്കുന്നില്ല. നമ്മളൊക്കെ ഇനി എത്ര കൊല്ലം കൂടെ മുന്നിലുണ്ടെന്ന് ഇങ്ങനെ നോക്കിയിരിക്കുക. അതുകൊണ്ടല്ലയോ കോവിഡിനെയൊക്കെ നമുക്ക് വലിയ പേടി. ഈ കോവിഡ് എന്ന് പറയുമ്പോൾ അകത്തൊരു ഇടി വരുന്നത്, അയ്യോ ഇനിയൊരു പഞ്ചവത്സര പദ്ധതികൾ ഒരു 10-25 എണ്ണം കൂടെ നമ്മളിങ്ങനെ തയ്യാറാക്കി റെഡിയാക്കി വെച്ചേക്കല്ലയോ. എന്ത് പണിപ്പെട്ടാണെന്ന് അറിയാമോ? IELTS ഒക്കെ എഴുതി ബുദ്ധിമുട്ടിയൊക്കെ ഞങ്ങൾ ഇവിടെ വന്നതല്ലേ, സ്റ്റുഡന്റ് വിസ ഒക്കെ ഒപ്പിച്ച് ഞങ്ങൾ ഇവിടെ വന്നത് എന്നൊക്കെ പറഞ്ഞ് പല ചിന്തകളും നിങ്ങളുടെ മനസ്സിനെ വധിക്കുന്നുണ്ട്. ഞാൻ വിഷമിപ്പിക്കുന്നില്ല, ഭാരപ്പെടുത്തുന്നില്ല. എല്ലാം അവിടെ ഇരുന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. സ്വത്രം, വിഷമിക്കല്ലേ എന്റെ വാക്കുകളെ കേട്ട്. പക്ഷേ ഈ മനുഷ്യൻ പറയുന്നത് അറിയാം, ലോർഡ്, ഐ ഡു നോട്ട് ആസ്ക് ഫോർ എ ലോങ് ലൈഫ്. എനിക്കൊരു ദീർഘായുസ് വേണ്ട. നമ്മളൊക്കെ 80-90 ഒന്നും പോരാ, സെഞ്ചുറി അടിക്കണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക. അത് ഇപ്പോഴത്തെ ചിന്തയാകട്ടോ. ഇച്ചിരി കഴിയുമ്പോൾ പറയും വേണ്ടായേന്ന്. ഇപ്പൊ നമുക്ക് തോന്നുന്നതാ കുറെ കൂട്ടിക്കിട്ടിയാൽ കൊള്ളാമെന്ന്. പക്ഷെ കൂട്ടിക്കിട്ടിയ പല ആളുകളുടെ അടുത്ത് എല്ലാം പറയാ മതി പാസ്റ്റർ എന്നാ പലരും പറയുന്നത്, മതി എന്നാ പറയുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അപ്പൊ ശ്രദ്ധിക്കുക, ഈ മനുഷ്യൻ പറഞ്ഞു എനിക്കൊരു ദീർഘായുസ് വേണ്ട. പക്ഷെ അദ്ദേഹം കൂട്ടിച്ചേർത്തറിയാം, ബട്ട് ഐ വാണ്ട് എ ഫുൾ ലൈഫ്. എനിക്ക് പൂർണ്ണതയുള്ള ഒരു ജീവിതം വേണം. വാട്ട് ഈസ് ദാറ്റ് ഫുൾ ലൈഫ്? എന്നിട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തെന്നറിയാമോ? ഐ want a full life, but a full life just like you. അങ്ങേപോലെ പൂർണ്ണതയുള്ള ഒരു ജീവിതം. അർത്ഥം എന്താ പ്രിയപ്പെട്ടവരെ? നമ്മുടെ കർത്താവിന് ഈ ഭൂമിയിൽ ഒരു ലോങ് ലൈഫ് ഒന്നും ഇല്ലായിരുന്നു, അല്ലേ? ലോങ് ലൈഫ് ഒന്നും ഇല്ലായിരുന്നു. 33.5 വർഷം മാത്രം. അതൊരു ലോങ് ലൈഫ് ഒന്നും അല്ലല്ലോ. It was a short span of life. പക്ഷേ നമ്മുടെ കർത്താവിന്റെ ജീവിതം എങ്ങനെയുള്ളതായിരുന്നു അറിയാമോ? അത് പൂർണ്ണതയുള്ള ജീവിതമായിരുന്നു, തികവുള്ള ജീവിതമായിരുന്നു. എന്ന് പറഞ്ഞാൽ 40-ാം സങ്കീർത്തനത്തെ നമ്മൾ വായിക്കുന്നത് പോലെ, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് ശമരിയിലായിരിക്കുന്ന സമയത്ത് ശിഷ്യന്മാർ ആഹാരം കൊള്ളേണ്ടതിന് പോയി. കർത്താവ് ശമര്യക്കാരിയുമായിട്ടുള്ള സംഭാഷണമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ആഹാരം കൊണ്ടുവരുന്ന ശിഷ്യന്മാരോട് സംസാരിക്കുന്ന കർത്താവ് അവരോട് പറയുന്ന ഒരു കാര്യമുണ്ട്: എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എന്റെ ആഹാരം. ലക്ഷ്യബോധത്തോടുകൂടെ കർത്താവിന്റെ ജീവിതം കണ്ടോ? കർത്താവ് പറയുക ശിഷ്യന്മാരോട്, എന്നെ അയച്ചവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. മുന്നോട്ട് കടന്നു വന്നപ്പോൾ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ പിതാവിനോട് കർത്താവ് പറയുകയാണ്, നീ എനിക്ക് തന്ന ശുശ്രൂഷ ഞാൻ തികച്ചിരിക്കുന്നു, ഞാൻ പൂർത്തീകരിച്ചിരിക്കുന്നു. എന്നിട്ട് കാൽവറി ക്രൂശിൽ കാരിരുമ്പാണികൾക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ഉച്ചരിക്കുന്ന കുരിശിലെ മൊഴികളിൽ നമ്മൾ കേൾക്കുന്ന ഒരു ശബ്ദമുണ്ട്: സകലതും നിവൃത്തിയായി. മൂലയർത്ഥത്തിൽ വ്യത്യാസമുണ്ട്. ടെറ്റലസ്റ്റായി, എല്ലാം കൊടുത്തു തീർത്തു. മലയാളത്തിൽ നമ്മൾ വായിക്കുന്നു സകലവും നിവൃത്തിയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ദീർഘകാലം ഇവിടെ പാർത്തിട്ട് ജീവിതാവസാനം വരുമ്പം അയ്യോ എനിക്കത് ചെയ്യാൻ പറ്റിയില്ല, ഇത് ചെയ്യാൻ പറ്റിയില്ല, അത് ബാക്കി കിടക്കുന്നു, ഇത് ബാക്കി കിടക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വിലാപത്തോടെ ഇവിടം വിടുന്നതിനേക്കാളും നല്ലത് ദീർഘവർഷങ്ങൾ ഇവിടെ ജീവിച്ചില്ലെങ്കിലും അല്പകാലത്തെ ആയുഷ് നമുക്ക് ഈ ഭൂമിയിൽ കിട്ടിയുള്ളെങ്കിലും ഇവിടം വിടുമ്പോൾ സംതൃപ്തിയോടുകൂടെ ഹല്ലേലൂയ ദൈവം തന്ന ഉത്തരവാദിത്വം വിശ്വസ്തയോടെ നിറവേറ്റുവാൻ കഴിഞ്ഞു എന്നുള്ള ബോധ്യത്തോടുകൂടെ
ഹല്ലേലൂയ. പ്രാണനെ പിതാവിന്റെ കയ്യിൽ ഏൽപ്പിക്കുവാൻ കഴിഞ്ഞാൽ എത്ര ധന്യതയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതം കൊണ്ടുണ്ടാകുന്നത്. ഹല്ലേലൂയ. ഇമ്മലേറ്റ് പ്രാർത്ഥിച്ചു, Lord, I do not ask for a long life but a full one, just like you. എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോട് ഞാൻ ചോദിക്കട്ടെ, what do you prefer to have? You desire for a long life? Well, ദൈവം തരുന്നെങ്കിൽ നല്ല കാര്യം. പൗലോസ് പറയുന്നുണ്ട്, ഞാൻ ശരീരത്തിൽ ഇരിക്കുന്നത് നിങ്ങൾക്ക് പ്രയോജനമാകുമെങ്കിൽ ഞാൻ അതിന് തയ്യാറാന്ന് പറയുന്നുണ്ട്. ദൈവനാമത്തിന് മഹത്വം, ദൈവരാജ്യത്തിന് പ്രയോജനമാണെങ്കിൽ മാത്രം ദീർഘായുസ് മതി. ഇല്ലെങ്കിൽ ദീർഘായുസ് ഇല്ലാതിരിക്കുന്ന നല്ലത്. അല്പായുസയുള്ളെങ്കിലും ദൈവരാജ്യത്തിന് വേണ്ടി ഒരു മെഴുകുതിരിയെ പോലെ. കർത്താവിന്റെ ജീവിതം നമുക്കറിയാമല്ലോ. യോഹന്നാന്റെ ജീവിതം എന്തുവായിരുന്നു? അത് ഒരു ലോങ് ലൈഫ് ഒന്നും അല്ലായിരുന്നല്ലേ. ഇറ്റ് വാസ് ഓൾസോ എ ഷോർട്ട് ലൈഫ്. 33 വയസ്സ് വരെ മാത്രമേ താനും ജീവിച്ചുള്ളൂ. പക്ഷേ അവനെ കുറിച്ച് കർത്താവ് പറഞ്ഞ സാക്ഷി എന്താണെന്നറിയാം? യോഹന്നാൻ അവൻ കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു. അവൻ കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു. കത്തിജ്വലിക്കുന്ന വിളക്കായിരുന്നു. ഇന്ന് പകൽ എന്റെ അകത്ത് ആത്മനിയോഗമുള്ളത് കൊണ്ട് എല്ലാവരോടുമല്ല, ചിലരോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയുകയാണ്. ഈ കാലഘട്ടത്തിൽ ഒരു കത്തിജ്വലിക്കുന്ന വിളക്ക് പോലെ, ആകാശത്ത് രാത്രികാലങ്ങളിൽ മിന്നിമറയുന്ന ഉൽക്കകളെ പോലെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിനു വേണ്ടി പ്രശോഭിക്കുവാൻ, പ്രകാശിക്കുവാൻ പ്രത്യേക നിയോഗത്തോടും അഭിഷേകത്തോടും കൂടെയാണ് ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. പ്രിയ യുവാവേ, നിന്നിൽ ദൈവം പകർന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ അളവിനെ തിരിച്ചറിഞ്ഞ് ഈ കാലഘട്ടത്തിൽ ഇരുളിൽ ഒരു പ്രകാശമായി യേശുവിന്റെ നാമത്തിൽ ഞാൻ ഈ പറയുന്ന വാക്കുകൾ ചിലരുടെ അന്തർഗതത്തിൽ വളരെ ആഴമായി പതിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കടൽ കടത്തി സ്വർഗം നിന്നെ അവിടെ കൊണ്ടുചെന്നാക്കി വെച്ചത് ജീവസന്ധാരണത്തിന് വേണ്ടി മാത്രമാണെന്ന് ഇന്ന് പകൽ നീ ചിന്തിക്കരുത്. അത് ദൈവം നടത്തും. നിന്നെ നടത്താൻ അവൻ ശക്തനാ. അവിടെ നിന്നെ അവൻ കൊണ്ടുചെന്നെത്തിച്ചെങ്കിൽ നിന്നെ നടത്താൻ അവൻ ശക്തനാ. ജീവനും ഭക്തിക്കും വേണ്ടതൊക്കെ തന്നവൻ നടത്തും. അതിലുപരി നിന്നെ അവൻ ഉപയോഗിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര പേരുടെ അകത്ത് ആഗ്രഹമുണ്ട് അവൻ എന്നെ നടത്തിയാൽ മാത്രം പോരാ, അവൻ എന്നെ ഉപയോഗിക്കണമെന്ന്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Not only his providence I need, I want him to use me. എന്നെ ഉപയോഗിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാനായിട്ട് കഴിയും? ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. I want to finish my course. എന്റെ ശുശ്രൂഷ എനിക്ക് തികയ്ക്കണം. ആ ശുശ്രൂഷയുടെ തലങ്ങൾ അനേകമാണെങ്കിലും നാം മൂലവാക്യമായി വായിച്ച ഭാഗത്ത് 1 കൊരിന്ത്യർ 9 22 മുതലുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കുക, സമയം ഓടിപ്പോയി. ഇങ്ങനെയാണ് വായിക്കുന്നത്: ബലഹീനന്മാരെ നേടേണ്ടതിന് ഞാൻ ബലഹീനർക്ക് ബലഹീനനായി, ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു, സുവിശേഷത്തിൽ ഒരു പങ്കാളിയാകേണ്ടതിന് ഞാൻ സകലവും സുവിശേഷ നിമിത്തം ചെയ്യുന്നു. ഭാഗങ്ങളൊന്നും ഞാൻ വായിക്കുന്നില്ല. പദപ്രയോഗം: ഏതു വിധത്തിലും ചിലരെ രക്ഷിക്കേണ്ടതിന് ഞാൻ എല്ലാവർക്കും എല്ലാമായി തീർന്നു. I want to finish my course എന്ന് പൗലോസ് പറയുമ്പോ തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരുന്നെന്ന് മനസ്സിലായോ? വല്ല വിധേനയും ചില ആത്മാക്കളെ നേടണം. I want to win souls. എനിക്ക് ആത്മാക്കളെ നേടണം. ഊണിലും ഉറക്കത്തിലും പൗലോസിന്റെ ചിന്ത മറ്റൊന്നുമല്ല, ആത്മാക്കളെ നേടുക എന്നുള്ള ലക്ഷ്യം. ഞാൻ ആരംഭത്തിൽ പറഞ്ഞല്ലോ, most of the churches has lost its purpose. കർത്താവിന്റെ ദാസൻ ആമുഖത്തിൽ കഴിഞ്ഞ ദിവസം ദൈവത്തിന്റെ ദാസൻ സംസാരിച്ച ചില വചനങ്ങൾ ഉദ്ധരിച്ചു. അതുകൊണ്ട് ഞാനത് ഉദ്ധരിക്കുന്നില്ല. യെശയ്യാവ് 49 നിന്ന് യെശയ്യാ പ്രവാചകൻ വളരെ ആഴമേറിയ ആത്മീയ ശുശ്രൂഷ ഇസ്രായേലിന്റെ നടുവിൽ ചെയ്തുകൊണ്ടിരിക്കുക. അവരെ ആത്മീയമായി ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുക. ചിതറിപ്പോയവരെ മടക്കി വരുത്തുന്ന ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. പക്ഷെ ദൈവം അവനോട് പറയുന്നത് എന്നറിയാമോ? എന്റെ ദാസനെ, ഇത് പോരാ.
നമ്മളാണെങ്കിൽ സഭയ്ക്കകത്ത് ചില ആത്മീയ ശുശ്രൂഷകളും കൃപകളും കൃപാവരങ്ങളും ഒക്കെ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോ ഇത് പോരാന്ന് വല്ലവരും പറഞ്ഞാൽ നമ്മൾ സമ്മതിക്കുവോ? യെശയ്യാവിനോട് പറയുക, 49-ാം അധ്യായം നിങ്ങൾ പിന്നെ വായിച്ചോ, നീ ഇത് ചെയ്യുന്നത് പോരാ, ഇത് പോരാ. എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ഷാലോം ഇന്റർനാഷണൽ പെന്റിക്കോസ്റ്റൽ ചർച്ചിനോട്, അവിടെ ആരാധിക്കുന്ന ദൈവമക്കളോട്, ആഗോള വ്യാപകമായി ഈ സന്ദേശം ശ്രവിക്കുന്ന ഓരോരുത്തരോടും ഒരിക്കൽ കൂടെ പരിശുദ്ധാത്മാവിന് അർപ്പിച്ചുണർത്തുവാനുള്ളത്, നീ ആയിരിക്കുന്ന അവസ്ഥ പോരാ, നീ ചെയ്യുന്ന ശുശ്രൂഷ പോരാ. ദൈവത്തിന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് അവൻ നിന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു. You are a light to the nations. You are a light to the nations. That's why you are in Canada. അതുകൊണ്ടാ സഹോദര നീ കാനഡയിൽ എത്തിയത്. അതുകൊണ്ടാ സഹോദരി നീ കാനഡയിൽ എത്തിയത്. കേരള മണ്ണിൽ നിന്നെ നിർത്താതെ അവിടെ നിന്ന് നിന്നെ പറത്തിക്കൊണ്ടുപോയതിന്റെ കാര്യം കേരള മണ്ണിൽ പ്രയോജനപ്പെടുന്ന തലത്തിലല്ല സ്വർഗം നിന്നെ കണ്ടത്. സ്തോത്രം. ജാതികൾക്ക് പ്രകാശമാക്കി അവൻ നിന്നെ കണ്ടിരിക്കുന്നു. പൗലോസിന്റെ ലക്ഷ്യബോധം കണ്ടോ? I want to win souls. വല്ല വിധേനയും, നാടൻ പ്രയോഗത്തിൽ പറയാം, വല്ല വിധേനയും. ഞാൻ ഇംഗ്ലീഷിൽ പറഞ്ഞ at any cost. At any cost. I want to win souls. ഇന്ന് പകരം ജീവിത ലക്ഷ്യം എഴുതാമോ? At any cost. As Paul said, even at the expense of my life. അതിക്കുറഞ്ഞ സമർപ്പണമൊന്നും കർത്താവിന് ആഗ്രഹമില്ല കേട്ടോ. ഒക്കുമെങ്കിൽ, അവസരമുണ്ടെങ്കിൽ, സമയമുണ്ടെങ്കിൽ ഇത് പറയുന്നവനെയൊന്നും എന്റെ കർത്താവിന് വേണ്ട കേട്ടോ. ഉണ്ടെങ്കിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും, ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇങ്ങനെ ഉഴപ്പൻ സമർപ്പണം എടുക്കുന്നവനെയൊന്നും ദൈവം ഉപയോഗിക്കത്തില്ല. Even at the expense of my life, I want to win souls. ഒരു സുവിശേഷത്തിന്റെ ചലഞ്ച് ആണല്ലോ നൽകുന്നത്. അതുകൊണ്ട് ഒരു വാചകം ഞാൻ കൂട്ടിച്ചേർക്കാം. ഒരു ചിന്തകൻ ഇങ്ങനെ പറഞ്ഞു, ഹെവൻ ഈസ് ടു റിയൽ. നമ്മളത് വിശ്വസിക്കുന്നുണ്ടല്ലോ അല്ലേ? സ്വർഗ യാഥാർത്ഥ്യമാണ് നമ്മൾ വിശ്വസിക്കുന്നുണ്ടല്ലോ. കാനഡ ചെന്നോണ്ട് സംശയം ആർക്കും ഉണ്ടായിട്ടില്ലെന്നാ എന്റെ വിശ്വാസം. ഇവിടെ തന്നെയാ വാസ്തവ സ്വർഗം എന്നൊന്നും ആർക്കും തോന്നിയിട്ടില്ലല്ലോ അല്ലേ? സ്വന്തം ഹല്ലേലൂയ. Heaven is too real. എന്നിട്ട് ചിന്തകൻ അടുത്ത് എഴുതുക, hell is too hot. നരകം അത് ഭയങ്കര ചൂടാ അവിടെ കേട്ടോ, ഭയങ്കര ചൂടാ. -ഡിഗ്രിയിൽ നിന്നൊക്കെ നിങ്ങൾ ഒരു 25 ഡിഗ്രി വരുമ്പോ കാനഡക്കാരുടെ പരവേശമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ പോസ്റ്റർ എന്നോ ചൂടാന്നൊക്കെയാ പറയുന്നത്. 25 വരുമ്പോഴത്തേക്ക് അല്ലേ? 25 വരുമ്പോഴത്തേക്ക് ഇത്രേ ചൂടാണെങ്കിലേ നരകത്തിന്റെ ചൂട് എന്നാ ചൂടായിരിക്കും. സ്തോത്രം. Hell is too hot. അച്ഛൻ അടുത്ത് പറയുന്നത്, time is too short and our task is too great. ഇതാണ് സുവിശേഷത്തിന്റെ ചലഞ്ച്. Heaven is too real, hell is too hot, our mission is too great, time is too short and our task or mission is too great. These 4 statements are more than enough to challenge you every day. ഞാൻ ദൈവമക്കളോട് പറയാം, വലിയ മിഷൻ ചലഞ്ച് ഒന്നും കിട്ടണ്ട. രാവിലെ വൈകിട്ടും ഓരോ ക്യാപ്സ്യൂൾ പോലെ എഴുന്നേറ്റ് ഈ 4 വാചകം പറയാമോ? 30 സെക്കൻഡ് മതിയല്ലേ? രാവിലെ വൈകിട്ടും എഴുന്നേറ്റ് പറയണം, heaven is too real. അത് നമുക്ക് പ്രത്യാശ തരും. hell is too hot. അത് നമുക്ക് ഭയം വരുത്തും. time is too short. അത് നമ്മളെ ജാഗ്രതയുള്ളവരാക്കി തീർക്കും. Our task is too great. നമുക്ക് ആവശ്യബോധത്തിലേക്ക് നമ്മെ നടത്തും. These 4 statements are more than enough for you to challenge every day of your life. നിന്റെ ജീവിതത്തിന്റെ ഓരോ ദിവസവും നിന്നെ ചലഞ്ച് ചെയ്യും. ഈ മിഷൻ വന്നങ്ങ് തീരും. പലയിടത്തും നെഗറ്റീവായിട്ട് എടുക്കരുത്. പലയിടത്തും സംഭവിക്കുന്ന ചിലയിടത്തൊക്കെ മിഷൻ വീക്ക് ഉണ്ട്. മിഷൻ വീക്ക് വരുമ്പോ ഭയങ്കര വളർന്നു. ചിലയിടത്ത് മിഷൻ മന്ദ. അപ്പൊ ആ മന്ത് കഴിയുമ്പോ പരിപാടി തീർന്നു. മന്ത് കഴിയുമ്പോ ഒരുമാതിരി മന്ത് പിടിച്ചതുപോലെ പലയിടത്തും ആകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുണ്ടാകരുത്. വേഗത്തോടെ ഞാൻ പറയുകയാ, സ്തോത്രം, ക്യാരി ഓൺ യുവർ വിഷൻ. എന്നൊരു സമർപ്പണം എടുക്ക്.
എന്റെ ശുശ്രൂഷ തികയ്ക്കണം. സഭയായി, കുടുംബങ്ങളായി, വ്യക്തികളായി ശുശ്രൂഷ തികയ്ക്കണം. അവസാനത്തെ കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. ദൈവദാസന് അനുവദിച്ച സമയം തീരാനായിട്ട് പോകുകയാണ്. പൗലോസ് തന്റെ ജീവിത ലക്ഷ്യങ്ങൾ ഏറ്റവും അധികം വിശദീകരിക്കുന്ന അധ്യായം ഫിലിപ്പി ലേഖനം 3-ാം അധ്യായം. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. 3:14 ഇങ്ങനെയാ പറയുന്നത്: പിമ്പിലുള്ളതിനെ മറന്ന് മുമ്പിലുള്ളതിനായി ആഞ്ഞുകൊണ്ട് ക്രിസ്തുയേശു ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. Press towards the mark. Listen how focused was Apostle Paul. പൗലോസ് എത്ര കേന്ദ്രീകൃതമായിട്ടാ പറയുന്നതെന്നറിയാം. അതിനേക്കാൾ വൊക്കാബുലറിയിൽ ഉപയോഗിക്കാൻ ഒരു പദമില്ല. Press towards the mark. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലക്ഷ്യത്തിലേക്ക്, ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. 9 മുതൽ പിന്നെ വായിച്ചോണം. തന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പറയുന്നുണ്ട്. അവനിൽ ഇരിക്കേണ്ടതിന്, അവനെയും അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച്, ലിസൺ, ഞാൻ 2 വാക്കുകളിൽ ഒതുക്കാം. പൗലോസിന്റെ ലക്ഷ്യബോധം അവിടെ എന്താണെന്നറിയാമോ? I want to be in him and I want to be with him. That was the ultimate purpose of Paul. പൗലോസ് പറയുക, എനിക്ക് അവനിൽ ഇരിക്കണം, ഒടുവിൽ എനിക്ക് അവനോടുകൂടി ഇരിക്കണം. അതാണ് അവൻ പറയുന്നത്. മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ച് ഞാൻ സകലം ഉപേക്ഷിച്ച് ചവരം തണ്ണുകയാണ്. പിമ്പിലുള്ളവരെ ഞാൻ മറക്കുകയാണ്, മുമ്പിലുള്ളതിനായി ഞാൻ ആയുകയാണ്. ക്രിസ്തുയേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുകയാണ്. ഇന്ന് പകൽ എന്റെ വാക്കുകളെ കേട്ട എത്ര ദൈവമക്കൾക്ക് ക്രിസ്തീയ ജീവിത ലക്ഷ്യബോധത്തോടുകൂടെ നയിക്കാൻ ആഗ്രഹമുണ്ട്. Just I want to rewind and remind you. What is the purpose of Christian life? Number 1, I want to be approved of God. Number 2, I want Christ to be magnified in my life. Number 3, I want to finish my course. Number 4, I want to win souls at any cost. And finally, I want to be found in him. And I want to be with him forever and ever. അവനോടുകൂടെ എനിക്ക് യുഗായുഗമായി വാഴണം. ഇന്ന് പകൽ എന്നെ കേട്ട ഓരോ ദൈവത്തിന്റെ മക്കളെയും ദൈവത്തിന്റെ ആത്മാവിൽ എനിക്ക് പ്രബോധിപ്പിക്കുവാനായിട്ടുള്ളത്, let us lead a focused life. Do not deviate from the focus, your call, your purpose, your goal. Concentrate on your goal and lead a fruitful life. ഫലപ്രദമായ ഒരു ക്രിസ്തീയ ജീവിതം ദൈവനാമത്തിന്റെ മഹത്വത്തിനായി, ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി നയിച്ച് ദൈവമക്കളെ പൗലോസിനെ പോലെ നമ്മുടെ ജീവൻ കർത്താവിന് വേണ്ടി അർപ്പിക്കേണ്ടി വന്നാൽ അതിനും തയ്യാറുള്ളവരായി നമുക്ക് ജീവിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അവസരത്തിന് ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു. സ്വർഗം എല്ലാവരെയും കടാക്ഷിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.